ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അടുക്കള വിശേഷങ്ങളിൽ നിന്ന് നമ്മുടെ വ്ളോഗ് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നേരെ വന്നത് നമ്മുടെ അടുക്കളയുടെ വാതിലൊക്കെ തുറന്ന് അടുക്കള കാഴ്ചകളാണ് ഞാൻ ഏറ്റവും കൂടുതലും കാണുന്നത് കേട്ടോ. രാവിലെ എണീറ്റതും നമ്മൾ അടുക്കള വഴിയാണ് പുറത്തേക്ക് വരുന്നത്. നേരെ നമ്മൾ ഉമ്മറ വാതിൽ തുറന്നിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് അങ്ങനെയാണ് കേട്ടോ. കുറേ ദിവസമല്ല, മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. വേഗം വന്ന അടുക്കളയിൽ വാതിലൊക്കെ തുറന്ന് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണുകളിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അടുക്കളയൊക്കെ തുറന്ന് അടച്ചു വിട്ട് പിന്നെ ഇതാ പുറത്ത് അടുപ്പും വെളിയിൽ വന്ന് ചാരമൊക്കെ വാരുന്നുണ്ട്. തലേ ദിവസം തീ കത്തിച്ചതിൻ്റെ ചാരം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കോരി മാറ്റി അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ. അടുപ്പത്തിട്ടൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ട് വിറകൊക്കെ കത്തിക്കാനായിട്ട് പോവാണ്. ഇന്നിപ്പോൾ എണീറ്റതും തന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത്തിരി വേവുള്ള അരിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി ഇട്ടാൽ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും. ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചോറും ആവുമല്ലോ. അപ്പോൾ ഞാനിതാ ചുള്ളിയും വിറകൊക്കെ ഇട്ടിട്ട് നമ്മുടെ വിറകടുപ്പ് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും മണ്ണെണ്ണയൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു വിളക്കുണ്ടല്ലോ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ കത്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ തീ പിടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തീ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ ഇന്നിപ്പോൾ രാവിലെ എണീറ്റത് കുറേ വിറകുകളുണ്ടല്ലോ, മുട്ടി വിറകുകൾ നല്ല കനമുള്ളത്, അതൊക്കെ ഉമ്മർക്ക് മുറ്റത്ത് കൊണ്ട് അടുക്കി വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ട് വിറക് പൊളിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് വിറക് പൊളിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അത് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഉമ്മർത്ത് നമ്മൾ മുറ്റത്ത് കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വെച്ച സൗകര്യമുള്ളപ്പോൾ കൊണ്ടുവന്നിട്ട് വിറക് പൊളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ച് അങ്ങനെ പുറത്ത് വന്നതും നല്ല കാറ്റാണ് കേട്ടോ. അവിടെ കാറ്റത്ത് കണ്ടില്ലേ നമ്മൾ അടുപ്പത്ത് തീയിട്ടതൊക്കെ മൊത്തത്തിൽ അങ്ങനെ കെട്ട് പുകഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നു. പിന്നെ നമ്മൾ അടുപ്പൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് വിട്ടിട്ട് ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു പോരുക പറഞ്ഞാൽ നല്ലോണം ചപ്പലും ചവറൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പോരാത്തന്നെ അടിച്ചു വിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു പേക്കാറ്റത്ത് എപ്പോഴും അങ്ങനെ ചപ്പും ചവറും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ അടുപ്പും പള്ളി ഉണ്ടല്ലോ നമ്മുടെ പുറത്തടുപ്പ്, അവിടെ ഒന്ന് അടുപ്പ് പുതിയതൊന്ന് കൂട്ടണം പറഞ്ഞിട്ടാണ്. സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സമയം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് തട്ടി കൂട്ടണം വെളിയിൽ അടുപ്പ്. കാരണം ചുള്ളി വിറകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇപ്പം നിലവിൽ കത്തിക്കുന്ന അടുപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അടുപ്പൊക്കെ പെട്ടെന്ന് കേട് വന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുറത്ത് അടുപ്പ് മണ്ണിൻ്റെ അടുപ്പാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. കുറേ ചുള്ളലും ഒക്കെ ഉണ്ട് കേട്ടോ കത്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ പുറത്ത് അടുപ്പ് നീ ഒന്ന് ഉണ്ടാക്ക്, പഴയ അടുപ്പിൽ തന്നെ ഒന്ന് തേച്ച് മിനുക്കി അടുപ്പ് റെഡിയാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കുടുകുടാൻ തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊന്നും നോക്കിയില്ല, തിളച്ച വെള്ളത്തിൽ തന്നെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ വിറക് കിടത്തലൊന്നും നിർത്തിയിട്ടില്ല, നേരം വെട്ടം വെച്ചിട്ടാ. അതായത് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് നേരം അത്ര വെളുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ലോണം അങ്ങോട്ട് വെളിച്ചം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് അങ്ങനെ അടുപ്പൊന്നും കൂടെ കത്തിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ ഓരോരോ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അമ്പിളി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ചൂസിന് ഒരു ഹായ് കൊടുക്കണം മറക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അമ്പിളി ചേച്ചീൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ കുഞ്ചൂസ്. കുഞ്ചൂസിന് എന്തായാലും ചേച്ചിയുടെ വക വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ വിറകൊക്കെ ഒന്ന് പെറുക്കി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏട്ടനെ വർക്കൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളതും ഇല്ലാത്തതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇങ്ങനെ രാവിലെ എണീറ്റായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അത് അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു മടിയായിരിക്കില്ലേ. അപ്പോൾ ഏട്ടൻ രാവിലെ എണീറ്റതും വിറകൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ അപ്പു ഉണ്ട് കേട്ടോ വീട്ടിൽ. 2 ദിവസമായി അപ്പു വന്നിട്ട്. അവനെ പിന്നെ വീഡിയോയിലൊന്നും നിൽക്കാനൊരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. കുട്ടികളിപ്പോൾ സ്കൂള് പൂട്ടിയത് കൊണ്ട് വിരുന്ന് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞായറാഴ്ചയൊക്കെ തന്നെ വരുവുള്ളൂ. തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുടങ്ങും. അപ്പോൾ ഞായറാഴ്ചയൊക്കെ തന്നെ വരുവുള്ളൂ. വിളിക്കാൻ വരട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടാന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പിള്ളേർ ഇനിയിപ്പോൾ നാളെ എത്തും.
പിന്നെ ഇതാ ഞാൻ വെള്ളമൊക്കെ പിടിക്കാനുണ്ടായിരുന്നു, മോട്ടറൊക്കെ അടിച്ച് വെള്ളം പിടിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ. അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് കുടവും ബക്കറ്റൊക്കെ അവിടെ കൊണ്ട് കഴുകി വെച്ച്, അപ്പോൾ ഏട്ടൻ പിന്നെ വെള്ളം പിടിക്കില്ല. പിന്നെ ഞാൻ നേരെ ഇതാ അടുക്കളയിൽ വന്ന് കാലത്ത് കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് കഴിക്കാൻ രാവിലെ റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരി ഉഴുന്നൊന്നും ഇപ്പോൾ അങ്ങനെ അരയ്ക്കുന്നില്ല കേട്ടോ. അരയ്ക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, പിള്ളേരും ഇല്ല, പിന്നെ ഇപ്പോൾ ഇവിടെ ആരും കഴിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു മടിയായിട്ട് പിന്നെ റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ കടുകൊക്കെ പൊട്ടിച്ച് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കുറച്ച് ക്യാരറ്റും ചെറിയുള്ളിയും പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി ഉപ്പ് ചേർത്ത് വഴറ്റി പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കുറച്ച് കൂടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിക്കുക, റവ ഇടുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ റോസ്റ്റഡ് റവയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുമല്ലോ റവ, അങ്ങനെ തൂക്കി വാങ്ങിക്കുമ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ട് വറുത്തിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതൊരു കട്ടയായിട്ട് കിട്ടും. ഇതിപ്പോൾ റോസ്റ്റഡ് റവ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ നമ്മുടെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുക. ലൈറ്റ് വെക്കുമ്പോൾ കുറച്ചും കൂടെ തെളിച്ചുകൊണ്ടില്ലേ നമ്മുടെ വീഡിയോയ്ക്ക്. അല്ലാതെ നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് മാത്രമൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതുണ്ടാവില്ല. ലൈറ്റും പിന്നെ നല്ലൊരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ അടിപൊളിയാവും. പക്ഷേ നമ്മൾക്ക് അങ്ങനെ അങ്ങോട്ട് പോട്ടെ അല്ലേ. അപ്പം ഞാനിതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കി അവസാനം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കുറേ ദിവസമായി ബട്ടർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഫ്രീസറിൽ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അത് വെച്ചിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയാണ് സാധാരണ ഒഴിക്കുന്നത്, ഇന്നിപ്പോൾ അതുള്ളത് കൊണ്ട് അത് ഇട്ടു കേട്ടോ. പിന്നെ ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, പാലും വെള്ളമൊക്കെ കൂട്ടി ചായക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അവനെ വർക്കിനും പോകണം, ഒരു 8:30 ആകുമ്പോഴാണ് കേട്ടോ പോണത്. അപ്പോൾ പിന്നെ എന്നെയും അവിടെ കൊണ്ടാക്കി അവൻ അങ്ങനെ നേരെ വർക്കിന് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ 2 ദിവസമായിട്ട് അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതാ എന്തായാലും ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ കൂടി ഇപ്പോൾ വീട്ടിൽ ചായ കൂടിയൊന്നുമില്ല കേട്ടോ. കമ്പനിയിൽ പോയാൽ രാവിലെ മാത്രം കുറച്ച് അങ്ങോട്ട് കുടിക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഒരു 1/4 ഗ്ലാസ്സൊക്കെ. അതെല്ലാവരും കുടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കുടിച്ചു പോകും. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ രാവിലെ 1-2 തവണയെങ്കിലും ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ചായ വെക്കുക പറഞ്ഞാൽ കുറച്ച് വെച്ചിട്ട് നമുക്ക് അതേ ശീലമായിട്ട് പിന്നെ ഇപ്പോൾ ഇത്തിരി വെള്ളം കൂട്ടി വെക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയില്ല, കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചായ വെക്കാൻ കിട്ടുന്നില്ല, അതൊരു കോമഡി. അപ്പോൾ ഇന്നൊരു 3 തവണയെങ്കിലും ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തികയാണ്ട്. അങ്ങനെ ഇതാ ഏട്ടനാണെങ്കിൽ എനിക്ക് സഹായിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് ഏട്ടൻ അങ്ങനെ പറഞ്ഞു, ഏട്ടൻ നന്നായിട്ട് അടുക്കള പണിയൊക്കെ സഹായിച്ച് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ആൾക്കും കൂടെ തോന്നണം കേട്ടോ. എല്ലാ സമയത്തൊന്നും അങ്ങനെ ചെയ്യില്ല, ഇന്നിപ്പോൾ വർക്കും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കും പോകാനായിട്ട് സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇത്തിരി കഷ്ണങ്ങളൊക്കെ മുറിച്ചാൽ, പിന്നെ ഇങ്ങനെ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഏട്ടൻ തന്നെ മുറിക്കട്ടെ. കാരണം ഞാൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 കുറ്റങ്ങൾ പറയും. ഇത്രയും കനം പാടില്ല, ഇത്രയും നീളം പാടില്ല, അല്ലെങ്കിൽ ഇത്ര നീളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ എന്തായാലും ഇന്നിപ്പോൾ ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ കഷ്ണങ്ങളൊന്നുമില്ല, ചേന, കുമ്പളങ്ങ, ക്യാരറ്റ്, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല, മുരിങ്ങക്കായ അതൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല, ഇപ്പോൾ ഒന്നും വാങ്ങിക്കുള്ള അധികം പച്ചക്കറിക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ. പിന്നെ ഞാനിതാ ഒന്ന് കഴുകി വാരി നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇതാ ഞാൻ അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോറൊക്കെ ആയി. പിന്നെ ചോറ് വടിച്ചിട്ട് അവിയലിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ അരപ്പും കൂടി ഉണ്ടാക്കി, തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. പിന്നെ ഞാൻ തൈരും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തു കേട്ടോ. അരയ്ക്കുക പറഞ്ഞാൽ ഒന്ന് ഒതുക്കുക, ഒരുപാടൊന്നും അരയ്ക്കേണ്ട, കുറന്ന് അരയ്ക്കുക. നമ്മൾ അവിയലിനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, തരിതരിന്നായിട്ട് അങ്ങനെ അരച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അതൊക്കെ അരച്ച് പിന്നെ അവിയലിനുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെന്ത് കുഴഞ്ഞ് അങ്ങനെ പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനത് അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവിയലൊക്കെ ഇങ്ങനെ കമ്പനിയിൽ കൊണ്ടുപോയപ്പോൾ ചേച്ചിമാർ പറയണത് ഇതെന്താ മഞ്ഞ അവിയലായിരിക്കുന്നു, വെള്ള അവിയലല്ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ പാലക്കാട്ടുകാർ വെളുത്ത കളറിലാണല്ലോ അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ മിക്കവാറും ഇങ്ങനെ മഞ്ഞ കളറിലായിരിക്കും കേട്ടോ, അത്യാവശ്യം വെളുത്തതിൽ ഉണ്ടാക്കുകയുള്ളൂ. ഏട്ടനെ മഞ്ഞപ്പൊടി ഇടണം.
അപ്പോൾ ലൈറ്റായിട്ട് ഒരു മഞ്ഞ കളർ ഇട്ടാൽ ഒരുപാടൊന്നും മഞ്ഞ കളർ ഉണ്ടാവില്ല. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ ഇതാ എന്തായാലും ഞാൻ നമ്മുടെ അവിയലൊക്കെ റെഡിയായി ഞാൻ അടുക്കളയിൽ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അവസാനം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. മിക്സ് ഒന്നും ചെയ്യേണ്ട, അങ്ങനെ കപ്പൊന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഒരു പച്ചവാസനയൊക്കെ പച്ച വെളിച്ചെണ്ണൻ്റെ മണമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ, ചാറ് കറി. അതുകൊണ്ട് ഞാൻ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല, അവിയൽ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി ഞങ്ങളതാ നേരെ ധൃതി പിടിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ബസ് കിട്ടാത്തത് കൊണ്ട് അപ്പുവാണ് കേട്ടോ എന്നെ അവിടെ കമ്പനിയിൽ കൊണ്ടാക്കുക. അവൻ പാലക്കാടാണ് പോണത്. അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി ഇതുവഴി വന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ പണിക്കൊക്കെ പോയി. പിന്നെ വൈകുന്നേരം വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കമ്പനീൻ്റെ തൊട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, മീൻ എപ്പോഴും ഇങ്ങനെ വിൽക്കാനായിട്ട് വയ്ക്കും. അപ്പം മീൻ വാങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നാണ്. പിന്നെ നോക്കുമ്പോൾ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ മീൻ. അങ്ങനെ അത് പിന്നെ വാങ്ങിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഞാനും ഏട്ടനും കൂടെ തിരിച്ചു വരുമ്പോൾ ഏട്ടൻ വിളിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇത്തിരി പൊക്കവടയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കും വന്നു. പിന്നെ അതാ അടുക്കള വിശേഷങ്ങൾ വൈകുന്നേരത്തെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പോയത്. വന്നിട്ട് ഇതാ കുക്കറിനകത്ത് വെച്ച് വിസിലടുപ്പിച്ച് കടല വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്തരച്ച് വയ്ക്കുകയാണ് കേട്ടോ കടലക്കറി. അപ്പോൾ കടലക്കറി വറുക്കാനായിട്ട് ഇതാ വറുത്തരയ്ക്കുന്നത് ഞാനിതാ അതുപോലെയാണ് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു 2-3 കഷ്ണം ഗ്രാമ്പു, പിന്നെ ഒരു കറുവപ്പട്ട, പിന്നെ വന്നിട്ട് ഇത്തിരി പെരിഞ്ജീരകം, പിന്നെ ഒരു 3-4 മണി കുരുമുളക് കേട്ടോ. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അങ്ങനെ ഒരുപാട് നല്ല ബ്രൗൺ കളറൊന്നും വേണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അരച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് അവിടെ കടലയും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ മാറി മണമൊക്കെ മാറിയിട്ട് അരപ്പും കൂടെ അരച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കടലക്കറി പാകത്തിന് വെള്ളമൊക്കെ വറ്റി പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് അരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രാവിലത്തേക്കും വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും ആയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ശരി എന്നാൽ പിന്നെ കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് കടലക്കറി വെച്ചു. വല്ല മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരത്ത് മാത്രമേ വെക്കാനായിട്ടും പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കാനായിട്ട് രാവിലെ ഒന്നും ഉണ്ടാവില്ല, തികയില്ല കേട്ടോ മുട്ടക്കറി വെച്ചാൽ, അതാണ് കുഴപ്പം. ഇപ്പം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പവും ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അതാ പുൽക്കൂടിൻ്റെ അവിടെ തീ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുൽക്കൂടൊന്നും എടുത്തിട്ടില്ല, ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് മാറ്റാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഡെയിലി അതിൽ നമ്മൾ ലൈറ്റൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കറിയൊക്കെ അടുപ്പത്തുനിന്ന് ഒക്കെ റെഡിയാക്കി വെച്ചു. അതിന് ശേഷം ഞാനിതാ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് നിന്നിട്ടാണ് ഒരു 3-4 ചപ്പാത്തിയൊക്കെ പരത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ഓർമ്മ വന്നത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇതാ ഞാൻ വീണ്ടും ഫോണൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് ഇതുപോലെയാണ് കേട്ടോ, പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. ചിലവരിങ്ങനെ എന്താണ് എണ്ണയൊക്കെ വെച്ചിട്ട് പരത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ചപ്പാത്തിയിൽ ഒരു തുള്ളി പോലും എണ്ണ തൊടാറില്ല കേട്ടോ. ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കുകയുള്ളൂ, അല്ലാതെ ചപ്പാത്തിക്ക് ഇങ്ങനെ എണ്ണയൊന്നും തൊടില്ല. എണ്ണ തൊട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മയവും ഇത്തിരി ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് പറയും. പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എണ്ണയൊന്നും തൊടാണ്ട് ആണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എന്തായാലും അത് ചപ്പാത്തിയൊക്കെ നല്ല നൈസായിട്ട് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കല്ലിലിട്ട് ചുട്ടെടുക്കുക, കടലക്കറിയും കൂട്ടി കഴിക്കുക. ഇനി അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ എന്തായാലും ഇതാ കടലക്കറിയും ചപ്പാത്തിയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കടലക്കറി ഞാൻ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.